ഉള്ളിലെ ജഠരാഗ്നി നമ്മൾ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് രാവിലെ അത് കുറവാണെങ്കിൽ ഉച്ചനേരത്ത് അത് അതിന്റെ പീക്കിലാണ് നിൽക്കുന്നത്, വൈകുന്നേരം ആകുമ്പോൾ അത് കുറയും. അതാണ് നമ്മുടെ ഒരു പ്രകൃതം നമുക്ക് ഭക്ഷണ രീതികൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. ഉച്ചയ്ക്ക് നമ്മൾ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഒരു ലഞ്ച് നമ്മൾ കഴിക്കണം. ആ സമയത്ത് നമ്മുടെ ജഠരാഗ്നി നല്ല പീക്കിൽ നിൽക്കണോണ്ട് നമുക്ക് അത് നല്ലോണം ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു 12 മണിക്ക് 2 മണിക്കും ഇടയ്ക്കാണ് ബെസ്റ്റ് ടൈം ടു ഹാവ് ദ ലഞ്ച്. അതൊരു ബിഗ് മീൽ ഓഫ് ദ ഡേ. അതാണ് നമ്മുടെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഡിന്നർ കഴിക്കുന്നത് ബിഫോർ 7 PM. അപ്പത്തേക്കും നമ്മുടെ ജഠരാഗ്നി കുറഞ്ഞു അത് നമുക്ക് ദഹിപ്പിക്കാനുള്ള കഴിവ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇനി ജസ്റ്റ് ഇമാജിൻ നമ്മുടെ ഇന്നത്തെ ഒരു ഡൈൻ ഔട്ട് സംസ്കാരത്തിനെ പറ്റി നമ്മൾ ആലോചിക്കുക. ഡൈൻ ഔട്ട് കൾച്ചർ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ ഈ ഡൈൻ ഔട്ട് നമ്മളിപ്പോ ഒരു 7 PM തൊട്ടിട്ട് രാത്രി 1 മണി വരെയൊക്കെ തുറന്നിരിക്കുന്ന ഹോട്ടൽസ് ഉണ്ട്. അത് രാത്രി മാത്രമേ അവർ തുറക്കുള്ളൂ, കാരണം അപ്പോഴാണ് ഏറ്റവും കൂടുതൽ റഷ്. അങ്ങനത്തെ ഹോട്ടൽസിന്റെ എണ്ണം കൂടി നമ്മുടെ ദഹനശക്തി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ബിരിയാണി, പൊറോട്ട, ബീഫ്, ഭത്തൂറ, അതേപോലെ കുഴിമന്തി, എന്തൊക്കെ നമുക്ക് അകത്തേക്ക് വലിച്ചു കയറ്റാവുന്ന ഇത് മുഴുവൻ നമ്മൾ ഒരു ഷട്ട് ഡൗൺ ആവാൻ നിൽക്കുന്ന ഒരു എഞ്ചിന്റെ ഉള്ളിലേക്ക് കുറെ പണി പിന്നെ കൊടുക്കുന്ന പോലെയാണ്. സോ നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി ഉൾട്ടേ മാറും. അപ്പൊ ഇനി ആലോചിക്കുക, വാട്ട് ഇസ് ഹെൽത്തിന്റെ നമ്മുടെ ഡെഫിനേഷൻ പറഞ്ഞു. നമ്മുടെ സിസ്റ്റം അന്നാന്ന സമയത്ത് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണെങ്കിലാണ് നമ്മൾ ഹെൽത്തി എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ സംഭവം? ഈ ഷട്ട് ഡൗൺ ആവുന്ന സമയത്ത്, ജഠരാഗ്നി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ വലിയ വലിയ ഫുഡുകൾ കയറ്റി നമുക്കത് കഴിക്കാൻ, നമ്മുടെ ബോഡിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ എന്തുകൊണ്ടിട്ട് 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം എന്ന് പറയണതിന്റെ കാരണം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ റിപ്പയർ വർക്ക് നടക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഈ റിപ്പയർ വർക്ക് നടക്കുന്ന സമയം എപ്പോഴാണ്? നമ്മുടെ ബോഡിയിൽ നമ്മൾ പകല് മുഴുവനും പല പല പ്രശ്നങ്ങളും ഉണ്ട്, പല കാര്യങ്ങൾ ശരീരത്തിൽ നോക്കാനുണ്ട് അല്ലെ? പല കാര്യങ്ങൾ ശരീരം നോക്കുന്ന സമയത്ത് ഇതിന് എപ്പോഴെങ്കിലും ഒരു റിപ്പയർ വർക്കിന്റെ സമയം, നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ നമ്മളല്ല മോളുകളിൽ പോയി നോക്കുക. മോളുകളിൽ നമ്മളവിടുത്തെ ബാത്റൂം കണ്ടിട്ടില്ലേ? എന്ത് നീറ്റായിട്ട് അവർ വെക്കുന്നുണ്ടോ? അവരെന്ന് വെച്ചാൽ അവര് ഇടയ്ക്കിടയ്ക്ക് ഒരു 10 ബാത്റൂം ഉണ്ടെങ്കിൽ 5 ബാത്റൂം അവര് മറ്റേ ക്ലീനിങ്ങിന് വേണ്ടി അടച്ചിടും. അവര് അപ്പൊ ക്ലീൻ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എവിടുന്ന സമയം കിട്ടണം ക്ലീൻ ചെയ്യാൻ? അതേപോലെ നമുക്ക് ഒരു സിസ്റ്റത്തിന് ഒരു സമയമുണ്ട് അത് ക്ലീനിങ് ആയിട്ട്. അപ്പൊ 7 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ ഒരു 10:30 നമ്മൾ കിടന്ന് ഉറങ്ങണം. നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്നിട്ട് മാത്രമാണ് ശരീരത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കാൻ പറ്റുള്ളൂ, അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ഫുൾ എനർജി ദഹനത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ ഈ റിപ്പയർ വർക്ക് മുഴുവൻ പെൻഡിങ്ങിലേക്ക് വരുന്നു. സോ വാട്ട് റിപ്പയർ വർക്ക് ഇവിടെ നടക്കണേ? വാട്ട് ഇസ് റിപ്പയർ വർക്ക് ഗോയിങ് ഓൺ? സെൽസ് ഡാമേജ് അതിനെ റിപ്പയർ ചെയ്യണം, വെയർ ആൻഡ് ടയറിനെ കളയണം. അപ്പൊ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ നടന്നാൽ മാത്രമാണ് നമ്മളൊരു ഫുൾ എനർജിയിൽ നമ്മൾ എണീക്കുള്ളൂ രാവിലെ അല്ലെ? ഫുൾ എനർജിയിൽ നല്ലൊരു ഉറക്കം കിട്ടി, ഫുൾ എനർജിയിൽ നമ്മൾ എണീക്കുള്ളൂ. രാവിലെ എണീക്കുമ്പോൾ തലവേദനയില്ല, ക്ഷീണമില്ല, ബോഡി പെയിൻ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് ആ റിപ്പയർ വർക്ക് കറക്റ്റ് ആയിട്ട് നടക്കുന്ന സമയത്താണ്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വർക്ക്സ് മുഴുവൻ പോയി ക്ലോഗ്ഡ് ആയിട്ട് വേസ്റ്റ് നിറഞ്ഞ് ഒരു ലീക്ക്. ഇപ്പൊ ആലോചിച്ച് നോക്കി, ഈ ഒരു സിറ്റി നോക്കൂ, ഈ ഒരു സിറ്റിയിൽ ഈ കാണിച്ചേക്കുന്ന പടം പോലെയാണ് നമ്മുടെ ഉള്ളില്.